പ്രകൃതിയിലെ ജീവജാലങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെയാണ് എല്ലാം നൽകുന്നതെന്ന് ശില്പി കാനായി കുഞ്ഞിരാമൻ. അടിയാർക്കാവ് കളിയാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സോവനീർ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയിലെ ജീവജാലങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെയാണ് എല്ലാം നൽകുന്നതെന്ന് ശില്പി കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു. മനുഷ്യൻ മാത്രമാണ് നൽകുന്നതിന്റെ ഇരട്ടി തിരിച്ചെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം ഒന്നേയുള്ളൂ, അത് വിശ്വമാതാവാണ്. അവിടെ ജാതിയില്ല, മതമില്ല, അമ്മയാണ് ദൈവമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ കണ്ടം അടിയാർക്കാവ് കളിയാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഈശ്വരന്റെ പൂന്തോട്ടം സുവനീർ പ്രകാശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ എല്ലാ വാക്കുകളും ഞാൻ പോയി പാശ്ചാത്യ രാജ്യങ്ങളുടെ എല്ലാം പോയിട്ട് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ്. അമ്മ പേര് എൻ്റെ ദൈവം അമ്മയാണ്. നമ്മളെല്ലാം ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അമ്മ, വിശ്വമാതാവ്. നിങ്ങൾ ആ രീതിയിൽ നമ്മൾ അമ്മയെ കാണണം, ലോകത്തെ കാണണം, ഈ അമ്മയെ കാണണം. ഒരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുപോലെ ജനങ്ങളെ ആവശ്യത്തിനുണ്ടാക്കിയാണ്. ദൈവത്തെ കാണാൻ ജാതി വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും പറയാം. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു വയസ്സായ കുഞ്ഞോട് ചോദിക്കാൻ പറ്റുമല്ലോ, ആ കുട്ടി പറഞ്ഞു. തറവാട്ടുകാരനവർ ചന്ദ്രബാബു മേലടക്കം സുവനീർ ഏറ്റുവാങ്ങി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി നടത്തിയ സാഹിത്യ പ്രതിഭാ മത്സരങ്ങളിൽ വിജയികളായ ജയകൃഷ്ണൻ മാടമന, പ്രസാദ് കണ്ടോന്നാർ, രാജൻ മുനിയൂർ, കെ ടി പ്രവീൺ, കെ എസ് തീർത്ത, ശ്വേത ഹരിദാസ് എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി. രമേശൻ പുതിയകണ്ഠം, സുകുമാരൻ പെരിയച്ചൂർ, ഇ വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.